ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇവിടെ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാല് ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി എന്നിവ ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇറച്ചിമക്കൊക്കെ മസാല നല്ലോണം പിടിക്കും. അപ്പോൾ നമ്മളിത് അവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് ആവുമ്പോൾ നല്ല ടേസ്റ്റി ആക്കാനും. പിന്നെ അതിലോട്ട് അത് വേവാൻ ആവശ്യത്തിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടി പോവരുത്, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഇറച്ചി മസാലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്ത് ഇത് നന്നായിട്ട് വേണ്ട, നമുക്ക് ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചി ഇവിടെ വെന്തുക്കണമെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇറച്ചി വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂർ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.